വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു 2-3 സാധനം കാണിക്കാനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ പ്രാവശ്യം എനിക്ക് വേണ്ടിയിട്ടാണ് സാധനങ്ങൾ വാങ്ങിക്കാറ് അല്ലേ? അപ്പോൾ ഇപ്രാവശ്യം ഞാനതൊന്ന് മാറ്റി പിടിച്ചു. വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ, നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവിനെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ വാലന്റൈൻസ് ഡേ കഴിഞ്ഞിട്ടാണ് ഇതൊന്ന് കൊടുക്കാൻ പറ്റുന്നതെന്ന് മാത്രം. വാലന്റൈൻസ് ഡേ കഴിഞ്ഞു എന്ന് വെച്ചിട്ട് എന്താ, നമുക്കിതൊരു പോസ്റ്റ് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാമല്ലോ. ഇപ്പം ഗിഫ്റ്റ് കൊടുക്കാൻ അങ്ങനെ ഏതെങ്കിലും ദിവസം വേണമെന്നുണ്ടോ? അങ്ങനെയില്ലല്ലോ. ഏതൊക്കെ ദിവസമായാലും നമുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് അധികം പറഞ്ഞ് ചാളാക്കാണ്ട് ഇത് തുറന്നു നോക്കിയാലോ. ആദ്യത്തെ പാക്ക് അൺവീൽ ചെയ്യാം. ഇപ്പം മിന്ത്രയുടെ ഇങ്ങനെ കവറായി വരുന്നതുകൊണ്ടേ പേപ്പറിലാണ് മിന്ത്രയുടെ ആമസോണിൻ്റെ ഒക്കെ ഇപ്പോൾ കൂടുതലും വരാറ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സിസേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ലാണ്ട് തന്നെ എടുക്കാൻ പറ്റും. ആദ്യത്തെ ഷർട്ട് വന്നിട്ട് ഇതാണ്. ഇതെല്ലാം റോഡ്സ്റ്ററിൻ്റെ കളക്ഷൻസാണ് ഞാൻ വാങ്ങിച്ചിരിക്കണേ. അപ്പം ഇതുപോലത്തെ ഒരു ഷർട്ട് ഈ കളർ ഉണ്ടായിരുന്നു കേട്ടോ, ഷർട്ട് ലൈക്ക് ഒരു പീച്ച് കളർ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വീണ്ടും വാങ്ങിച്ചിരിക്കുന്നത്. എന്നോട് പരാതി പറയാൻ ചാൻസ് കൂടുതലാണ്, പക്ഷെ എന്നാലും എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. മാൻഡറിൻ കോളറാണ് പിന്നെ എടുത്തിരിക്കുന്നത്. എനിക്ക് റോഡ്സ്റ്ററിൻ്റെ മാൻഡറിൻ കോളേഴ്സ് ഭയങ്കര ഇഷ്ടം. അടുത്തതൊന്ന് സ്ട്രൈപ്പാണ്. അപ്പോൾ സ്ട്രൈപ്പ് ഞാൻ കുറേ നാളായി സ്ട്രൈപ്പ് ഞാൻ പണ്ട് കല്യാണത്തിന് മുൻപ് ഞങ്ങളൊരു സ്ട്രൈപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ആഫ്റ്റർ മാരേജ് സ്ട്രൈപ്സ് വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ ലൈറ്റ് പിങ്ക് സ്ട്രൈപ്സ് ആണ് കേട്ടോ. ഇതും റോഡ്സ്റ്ററിൻ്റെ ആണ്. ഇത് റെഗുലർ കോളറാണ്. ഇതിനും ഒരു 600 റുപ്പീസാണ് റേറ്റ്. ഞാൻ ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് ഇതാണ്. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഓർഡർ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ ഓർഡർ ചെയ്ത് വന്നപ്പോൾ എന്തായാലും ഷർട്ട്സും അധികം വാങ്ങിക്കാറില്ലല്ലോ. അപ്പോൾ 3 ഞാൻ ഒരുമിച്ച് വാങ്ങിച്ചതാണ്. എനിക്ക് നേരത്തെ നമ്മളൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ബ്ലൂ കളർ ഡെനിമിൻ്റെ ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് റോഡ്സ്റ്ററിൻ്റെ തന്നെയായിരുന്നു. അപ്പോൾ അതിട്ടപ്പോൾ എനിക്ക് നല്ലൊരു ലുക്കുള്ള പോലെ ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജീൻസിൻ്റെ മോഡൽ ഷർട്ട് എടുക്കാമെന്ന് വിചാരിച്ചത്. ഒരു ഡാർക്ക് ഗ്രീൻ കളറിലുള്ള ഈ ഷർട്ടാണ്. ഇത് പാകാവോ എന്നാണ് എനിക്കൊരു ടെൻഷനുള്ളത്. ഈ ഷർട്ട് നല്ല അടിപൊളിയായിട്ടോ കാണാനായിട്ട്. നല്ല മെറ്റീരിയലാണ്. നല്ലൊരു വെൽവെറ്റി ഷൈനിങ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഷൈനിങ് ഒക്കെ ഉള്ളൊരു മെറ്റീരിയലാണ്. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ മിന്ത്രയുടെ പർച്ചേസ് ചെയ്ത സാധനങ്ങളുള്ളത്. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഏതാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ഇതിൽ ഏതാണെന്ന് ഡു കമൻറ്റ്.